കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി മാഡം ഇവിടെ ഉണ്ട്. മാഡത്തിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സനൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇല്ല, ഒരുപാട് വേദികൾ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ് വേദികൾ. അതേപോലെ അത് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. അതേപോലെയാണ് കലാഭവൻ നവാസ്. അതും അയാളും എൻ്റെ കൂടെ ഒത്തിരി സ്റ്റേജുകളിൽ വളർന്ന ആളാണ്. അപ്പോൾ അതൊരു വലിയ നഷ്ടമായിട്ടാണ് മാറി. കാരണം എന്നാണ് ഈ ആളുകളൊക്കെ മരിച്ചു കൊണ്ടുവന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. അയാൾ യഥാർത്ഥത്തിൽ 51 വയസ്സുകാരനാണ് ഈ നവാസ്. ചെറുപ്പമല്ലേ? പക്ഷേ ഇത് എന്നാണ് ഈ മരിച്ചു പോകുന്നതെന്നുള്ളതിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇത് ഏതായാലും വലിയ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്, വലിയ നേട്ടമാണ്. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം ചേർന്ന് ഇതുപോലെ ഉള്ള നല്ല പ്രവൃത്തികൾ ചെയ്യണം. വളരെ നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാണ് നമ്മളൊക്കെ വിട്ടുപോകുന്നതെന്നറിയില്ല. അതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങളാണിത്. അതൊക്കെ ചെയ്യണം. എല്ലാവിധ നന്മകളും ഞാൻ ഈ പ്രോഗ്രാമിന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ഈ മറ്റേത് MLA വരുമോ? വരുന്നു. ശരി. അപ്പോൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സാറേ ഒരു ലോഗോ കൂടെ പ്രകാശനം. കർമ്മ പദ്ധതികളിൽ 2 പദ്ധതിയായ എട്രാക്കിന്റെ മേഖലാ വയോമിത്രവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അത് ഏറ്റെടുക്കുന്നതിന് മേൽ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും കിടപ്പ് രോഗികളെ ചെന്ന് ഒരു കൈപ്പിടിച്ച് സഹായിക്കണമെന്നുള്ള ആ ദൗത്യം ഏറ്റെടുത്തപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തത്. തീർച്ചയായിട്ടും ആ വയോമിത്രത്തിനും ഒപ്പം തന്നെ നമ്മുടെ പേനാറ്റാറ്റുകളിലേക്ക് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മുടെ സഹകാരികളായ ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട് വളരെ താമസിയാതെ ജപ്പാൻ പോലാകും. ഉയർച്ചയിലല്ല, ജപ്പാനിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളുള്ള നാട് ജപ്പാനാണ്. അതിൻ്റെ കാര്യം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശങ്ങളിൽ ജോലി ചെയ്യുകയാണ് മിക്കവാറും, അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യും. എന്നാലും അവർ വീടുകളിലൊന്നും കാണാറില്ല ഒരിക്കലും. ആ രീതിയിലാണ് പ്രായമായ ആളുകളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ജപ്പാൻ. ഏതാണ്ട് വിജയിച്ചിരുന്നു. ഭർത്താവിന്റെ ഓപ്പറേഷൻ കാരണം ശസ്ത്രക്രിയ മാറ്റിവെച്ചത്. അപ്പൊ ഇവ ഏറ്റവും അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മന സ്വന്തം മകള് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷെ അമ്മ ജന്മം ഉണ്ടെങ്കിൽ പോകില്ല. ആലോചിച്ച് നോക്കി, അവർ
അവരവസാനം എടുത്ത തീരുമാനം മന്ദിരത്തിൽ വന്ന് നിൽക്കാമെന്ന്. ബാങ്ക് ഉദ്യോഗസ്ഥനായ മകനും പ്രൈവറ്റ് കമ്പനിയിലെ ജനറൽ മാനേജറായ മരുമകളും ഉള്ള അമ്മയാണ്. റെസിഡൻസ് അസോസിയേഷനുകൾ മുമ്പ് മൊത്തത്തിൽ അംഗങ്ങളുടെ ക്ഷേമം എന്ന രീതിയിലാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. വയോജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്തിട്ടില്ല. ഇത്തരം പ്രശ്നം ഇപ്പോൾ നമ്മൾ പല പല സബ് കമ്മിറ്റികൾ ജില്ലയിൽ രൂപീകരിച്ചുകൊണ്ട് സെഗ്മെന്റായിരിക്കും പല പല സമൂഹത്തിലെ വിവിധ കാര്യം വെക്കുന്നത് നിങ്ങളുണ്ടായിരിക്കാം. ഇന്ന് മീറ്റിംഗ് തുടങ്ങുന്നത് ഒരു സദസ്സുണ്ടായി സഹായമാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ വിവരം കേൾക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു മടുപ്പ് ആരംഭിക്കും. രോഗം വരാതിരിക്കാനുള്ള കാര്യം ചെയ്യണമല്ലോ. അപ്പൊ രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഉള്ളില് മനസ്സ് ശാന്തമായിരിക്കണം. പ്രഷർ ഉണ്ടാവരുത്, പകരം പ്രഷർ ഉണ്ടാവണം. എന്താണ് പ്രഷർ? സന്തോഷം. സന്തോഷം നിങ്ങൾക്കുണ്ടാവണം. അതിന് റെസിഡൻസ് അസോസിയേഷൻ മുതൽ പല പല പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഒറ്റ കാര്യം, വീട്ടിൽ നിന്ന് പുറത്ത് 9 വർഷം മുമ്പ് ഞാനും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിലും ലൂയിസ് സാറും ജോയ്സ് മാഡം അതുപോലെ പല വോളണ്ടിയേഴ്സ് ഷേറ മാഡം ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് അന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു പാലിയോറ്റിക് കെയർ അതുപോലെ തന്നെ ഒരു വയോജനങ്ങളുടെ ഞാനൊരു കോഴ്സ് ഞാൻ എന്തും പഠിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളൂ. ഞാനൊരു 1 വർഷം ജെറോണ്ടോളജി സ്റ്റഡീസിൽ ഈ ഒരു പ്രോഗ്രാം പഠിച്ചു. വയോജനങ്ങളും യുവജനങ്ങളുമായ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. കാരണം ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് ആദ്യമായി കരയുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വളരെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങളും സന്തോഷിക്കുന്നു. കുഞ്ഞിൻ്റെ മാതാപിതാക്കളും നമ്മുടെ കൊച്ചി MLA സ്വാഗതം ചെയ്യുന്നു. പാഷ 2014 മുതൽ 2018 വരെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ജുഡീഷ്യറിയിൽ വളരെ വ്യക്തമായ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഡെപ്യൂട്ടി മേയർ ആൻസിയ മാഡം എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലൊരു ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ആൻസിയ മാഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. വന്നുകൊണ്ട് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലെ SI സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പക്സ് കൗൺസിലാണ് എഡ്രാക്ക് എന്നറിയപ്പെടുന്നത്. വളരെ നല്ല രീതിയിൽ റെസിഡൻ്റ് അസോസിയേഷനുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജില്ലയിൽ മൊത്തം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് എഡ്രാക്ക്. ആ എഡ്രാക്കിൻ്റെ കൊച്ചി മേഖലയുടെ പ്രവർത്തനം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. തോപ്പമ്പടി മുതൽ കണ്ണമാലി ചെല്ലാനം മുതൽ നമുക്ക് ആൾക്കാരുമായിട്ടുള്ള നമ്മളുടെ ഇടപെടലും ആൾക്കാർ സുഹൃത്തുക്കൾ എനിക്കറിയാം. ഈ വന്നിരിക്കുന്നവർ പലരും പ്രായമായാലും എല്ലാവരും സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം. പക്ഷേ ചില എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾ അത് ഒരുമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ പോലും ഇറങ്ങാൻ പോലും ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. കാരണം മനസ്സ് ഒരുമാതിരി മണത്ത് ഇങ്ങനെ ഇരിക്കണം, ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. അപ്പോൾ സാമൂഹിക ജീവിതം അല്പം കുറഞ്ഞു പോകുമ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂടുതലാണ്. പണ്ട് 60 വയസ്സ് 62 വയസ്സൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കൂടി. സ്ത്രീകൾക്ക് 84 വയസ്സ്, പുരുഷന്മാർക്ക് 82 വയസ്സുമാണ് ഇപ്പോഴത്തെ ആയുർവേദികം. എന്തുകൊണ്ടാണ്? നമ്മുടെ ആ സ്ഥലത്തിലും ഓരോ ദിവസം കഴിയുന്നവരും കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആയുർവേദം കൂടുന്നത്. നമ്മളറിയാം, റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴറിയാം ചെറുപ്പക്കാരൊന്നും ഇല്ല അവിടെ, എല്ലാം വയോജനങ്ങൾ തന്നെയാണ്, അച്ഛനും അമ്മയൊക്കെയാണ്. അതൊക്കെ ഇവിടെ നിന്ന് എനിക്ക് മുമ്പ് എല്ലാവരും പ്രസംഗിച്ച് കഴിഞ്ഞതാണ്. ഇപ്പം നമുക്കിവിടെ പെൻഷൻ്റെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. നമുക്ക് 1600 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഈ 1600 രൂപയോടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളൊരു 10 വർഷം മുന്നോട്ട് പോവുക.
അപ്പോൾ ഈ പള്ളിയിലേക്കുകൾ അല്ലെങ്കിൽ ഈ വചനങ്ങളുടെ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സാമൂഹികമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ പതുക്കെ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾ അവർ മുഖേന പല സ്ഥലങ്ങളിലും പല വീടുകളിൽ പേഴ്സണലായിട്ട് സന്ദർശിക്കാനും സഹായം ചെയ്യാനുള്ള ഒരു അവസരം ചോദിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തു കഴിഞ്ഞപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ശരിയല്ലേ? പല കാര്യങ്ങളാണ് ചെറിയ സഹായങ്ങളോ മുന്നോട്ട് മെഡിക്കൽ സഹായങ്ങളോ അല്ലെങ്കിൽ പൈലറ്റ് കാര്യങ്ങളോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുത്താൽ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്താലും മാറാത്ത ചില കാര്യങ്ങൾ വീട്ടിൽ വീടുകളുണ്ട്. അത് നമുക്ക് വിഷമിക്കാൻ